നല്ലൊരു ആരോഗ്യമുള്ള സമാധാനമുള്ള ഒരു സമൂഹം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ സമൂഹത്തിൽ നല്ല ചിന്താഗതിയും നല്ല സ്ത്രീകളും ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമുള്ളൂ. പുരുഷനേക്കാളും സ്ത്രീകൾക്ക് ഇത്ര പ്രാധാന്യം ഉണ്ടാവാൻ കാരണം നമ്മുടെ ആരോഗ്യത്തില് ഏതൊരു മനുഷ്യനും പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ ഒരു അമ്മയോട് പറയും, നിങ്ങൾ നല്ല പോഷക ആഹാരങ്ങൾ കഴിക്കണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെസ് പാടില്ല, നിങ്ങൾ നല്ല വ്യായാമം ചെയ്യണം, നിങ്ങൾ നല്ല റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയാൻ കാരണം ആ കുഞ്ഞിന്റെ ആരോഗ്യത്തെ കണക്കാക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആരോഗ്യത്തിന്റെ മുഖ്യ പങ്കാളിത്തം നമ്മുടെ ഉമ്മമാർക്കാണ്, നമ്മുടെ അമ്മമാർക്കാണ്. ഇപ്പോൾ പല സ്റ്റഡികളും പറയുന്നു പല കുട്ടികളിലും പല ഡിഫറെന്റ് അസുഖങ്ങൾ കണ്ടെത്തുന്നു. എക്സ്പെഷ്യലി പൊണ്ണത്തടി പോലും കണ്ടെത്താൻ കാരണം ആ രക്ഷിതാവിന്റെ അശ്രദ്ധ, ഭക്ഷണത്തിലും വ്യായാമത്തിലും ഉള്ള അശ്രദ്ധ കൊണ്ട് കാരണമാണ് ഈ കുട്ടികൾക്കൊക്കെ ഈ ഒബീസിറ്റി മറ്റുള്ള സിൻഡ്രോം ഒക്കെ കണ്ടെത്താൻ കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസവശേഷം നമ്മൾ 5-6 മാസം ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം സാധാ ഭക്ഷണത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ഭക്ഷണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മാതാവാണ്. കാരണം ആ കുട്ടിക്ക് ഒരു സ്വന്തം ഡിസിഷൻ എടുക്കാനുള്ള ഒരു സമയമല്ല ആ സമയം. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ഹാബിറ്റ്, ഈ കുട്ടിയുടെ ലൈഫ് സ്റ്റൈലിലെ ഏത് ഭക്ഷണമാണ് കുട്ടിക്ക് താല്പര്യം വരുത്തുന്നത് എന്നതൊക്കെ ഈ രക്ഷിതാവ് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പൊ ഷുഗർ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഫ്യൂച്ചറിൽ ഐസ്ക്രീമും മറ്റുള്ള കാര്യങ്ങളും ഇൻടേക്ക് ചെയ്യാൻ കൂടുതലാണ്. ഒരുപാട് ഫാമിലി എനിക്കറിയാൻ പറ്റും, ഷുഗർ ഒന്നും കൊടുക്കാതെ ഷുഗർ ഇപ്പോഴും ഒരു ടീനേജ് ഏജിലുള്ള കുട്ടികൾ വരെ ഷുഗർ ഒന്നും ഇൻടേക്ക് ചെയ്യാത്ത ഒരുപാട് ഫാമിലി ഞാൻ അറിയാം. കാരണം ഇവരെ രക്ഷിതാവ് ഇവർക്ക് ഷുഗറോ മറ്റുള്ള കാര്യങ്ങളോ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല. സാധാ പച്ചക്കറിയും ഫ്രൂട്ട്സ് നാച്ചുറൽ ഫുഡും മാത്രമാണ് കൊടുത്ത് അവർ ശീലിപ്പിച്ചത്. അപ്പൊ ഈ രക്ഷിതാവ്, ഈ മാതാവ് എന്താണോ ചെറുപ്പത്തെ അവരെ ശീലിപ്പിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതലും അവരുടെ ലോങ് ടൈം ലൈഫിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളീസിന് നമുക്ക് അരിഭക്ഷണം ഇല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലും ചിന്തിക്കാൻ പറ്റാത്തത് ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ അമ്മമാരും നമ്മളെ ശീലിപ്പിച്ചത് അരിഭക്ഷണം കൊണ്ടാണ്. ഇപ്പോൾ പല റിലീജിയൻ ബേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാതാവ് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് ചില ഭക്ഷണങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യും. അഥവാ നമുക്ക് ഹിന്ദു റിലീജിയനിൽ നിന്ന് മാംസാഹാരങ്ങൾ അവരെ ഭക്ഷിപ്പിക്കില്ല, അവരെ ശീലിപ്പിക്കില്ല. ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു തോട്ട് നമ്മളെ മൈൻഡിലേക്ക് എത്തിക്കുന്നത് നമ്മളെ മാതാവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പല ആളുകളും പറയുന്നത് എനിക്ക് ഡയറ്റ് പ്ലാൻ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കുറച്ചൊക്കെ അരിഭക്ഷണം അവോയ്ഡ് ചെയ്യുന്നു, കുറച്ചൊക്കെ ഷുഗർ അവോയ്ഡ് ചെയ്യുന്നു. കാരണം ഇവരെ ഹാബിറ്റായി ഇത് മാറി, ഇവരെ ബ്രെയിനിൽ അത് ഒരു അഡിക്ഷൻ ആയിട്ട് മാറി. കാരണം ഈ ചെറുപ്പം തൊട്ടേ ഇവർ അങ്ങനെ കഴിച്ചുകൊണ്ട് നിന്നതാണ്. അപ്പൊ ഒരു സന്ദർഭത്തിൽ അത് പെട്ടെന്ന് മാറ്റുന്നത് കാര്യം റിസ്ക് ആണ്. അതുകൊണ്ടാണ് പല ആളുകളും ഒരു 2-3 മാസം ഡയറ്റ് ചെയ്യും, വെയിറ്റ് കുറക്കും, പിന്നെ പഴയ ഇതിലേക്ക് തന്നെ പോകുന്നത്. ഇവരിതിന് അഡിക്റ്റഡ് ആയി പോയി, ചെറുപ്പം തൊട്ടേ അത് ശീലിച്ചു. ഇനി പല ആളുകൾക്കും ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് കാരണം എന്താ? നമ്മുടെ മാതാവ് നമുക്ക് ഭക്ഷണം തരുന്ന സമയത്ത്, ചെറിയ കുട്ടിയായ സമയത്ത് ഇവർ തരുന്ന സമയത്ത് ഇവര് നമ്മളെ സ്നേഹിച്ചിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ തരും. ഈ സമയത്ത് ഇവര് അവരുടെ സ്നേഹമാണ് നോക്കുന്നത്. പക്ഷെ ഇവര് ഫ്യൂച്ചർ ഇതിനെ കുറിച്ച് ചിന്തിക്കാതെ, കാരണം ഇത് അറിവില്ലായ്മ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ഇത്ര പ്രാധാന്യമുണ്ട്, സ്ത്രീകൾ മനസ്സിലാക്കണം. നമ്മളെ മക്കൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണം, ഏത് ഭക്ഷണം കൊടുക്കണം എന്നതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ അമ്മമാരാണ്, നമ്മുടെ പെങ്ങന്മാരാണ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം ചെറിയ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ചെറിയ മക്കൾ എന്ത് ചെയ്യും? കരഞ്ഞ് പ്രകടിപ്പിക്കും ഭക്ഷണം ഫില്ലായതിനു ശേഷം. അവർക്ക് അത് പറയാനുള്ള ഒരു സമയമല്ലാത്തത് കൊണ്ട് അവരെ കരഞ്ഞാണ് പ്രകടിപ്പിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അടിച്ചെങ്കിലും നമ്മൾ അവരെ ഭക്ഷണം കഴിപ്പിക്കും. ഇത് അവരുടെ ആമാശയം വലുതാക്കാനും ഫ്യൂച്ചറിൽ അവർക്ക് അപ്പിറ്റൈറ്റ് കൂടാനും സാധ്യമാവും. ഇനി നിങ്ങൾ ഇതിനുശേഷം ഭാര്യ ഭർത്താവുള്ള ഒരു കപ്പിൾസ് ഫാമിലി നോക്കി, ഒരു ഭാര്യ ഭർത്താവ് ഒരു മകനുണ്ടെങ്കിൽ ആ മകനും ആ ഭർത്താവ് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്, ആ ആഴ്ചയിൽ ആ ദിവസങ്ങളിൽ എന്ത് ഉണ്ടാക്കണം എന്ത് ഉണ്ടാക്കണ്ട തീരുമാനിക്കുന്നതും അവിടെയും ഭാര്യയാണ്. ആ സമയത്ത് ഒരു നല്ല ഭാര്യ, ഹെൽത്തി പ്ലാനിങ്ങും അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റിങ്ങും അല്ലെങ്കിൽ ഹെൽത്തി ചിന്താഗതിയുമുള്ള ഭാര്യയാണെങ്കിൽ ആ വീട്ടിൽ നല്ല ഹെൽത്തി ആയ ഫുഡായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. പല പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഭക്ഷണ ക്രമീകരണവും
ഭക്ഷണ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ബോഡി നടക്കുന്നത്. നിങ്ങൾ പ്രോപ്പറായ ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ പ്രോപ്പറായ ഒരു ഭക്ഷണ ക്രമീകരണം നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രോപ്പറായ സ്ലീപ്പ് കിട്ടും, പ്രോപ്പറായ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു മൂഡ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രെയിൻ ആക്റ്റീവ് ആവും, നിങ്ങൾക്ക് മറ്റുള്ള അസുഖങ്ങൾ കുറയും, നിങ്ങൾക്ക് എക്കണോമിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എവറിത്തിങ് ഫ്രം യുവർ ഫുഡ്. പല സ്റ്റഡികളും പറയുന്നത് തന്നെ. ഇപ്പൊ കുട്ടികളിൽ നിന്നുള്ള ഒരു മാനസിക വിഭ്രാന്തിയൊക്കെ വരാൻ കാരണം നമ്മുടെ ഒരു ഭക്ഷണ ക്രമീകരണം പ്രോപ്പറായി ഇല്ലാത്തത് കൊണ്ടാണ്. പ്രോസസ് ഫുഡ് പോലുള്ള അൾട്രാ പ്രോസസ് ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് കുട്ടികളൊക്കെ ബിഹേവിയർ മാറാൻ കാരണം. പല ഡ്രഗ്സിലേക്കും ഇതിലൊക്കെ കുട്ടികൾ പോവാൻ കാരണം ഇത് കൊണ്ട് തന്നെയാണ്. കാരണം ഒരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടില്ല. നിങ്ങൾ സ്റ്റൊമക്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ മറ്റുള്ള കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ ദിവസങ്ങൾ ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാത്തത് കാരണം കൊണ്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും സ്ട്രെസ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ബോഡി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ ഫുഡിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അമ്മമാരും എല്ലാ പെങ്ങന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ മക്കൾക്ക് ഏത് ഭക്ഷണം കൊടുക്കണം, എന്ത് ഭക്ഷണം കൊടുക്കണ്ട എന്നതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഉമ്മമാരാണ്, പെങ്ങന്മാരാണ്. അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് പ്രോപ്പറായി പഠിക്കുക. ഞാൻ ഈ പറയുമ്പോൾ പുരുഷന്മാര് പറയും അതൊക്കെ ചുമ്മാ പറയാണ്, അങ്ങനെയൊന്നല്ല, ഞാൻ എന്റെ മകനെ ഞാൻ ഇങ്ങനെ ശീലിപ്പിക്കുന്നു എന്നതൊക്കെ തോന്നുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ഇന്ന് നിങ്ങളുടെ മക്കൾ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഇന്നലെ മിനിയാന്നൊക്കെ നിങ്ങളുടെ മക്കൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ എന്താണ് കഴിച്ചതെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഇന്നലത്തെ എന്താണ് അവർ ഭക്ഷണം കഴിച്ചത് എന്ന് നിങ്ങളോട് പുരുഷന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛന്മാരോട് അല്ലെ പാപ്പന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞു തരാൻ പറ്റുമോ? പറഞ്ഞു തരാൻ പറ്റില്ല. അവർ എന്ത് കഴിച്ചില്ല എന്നുള്ളത്. എന്നാൽ എന്ത് കഴിച്ചു, എപ്പോ കഴിച്ചു എന്ന് നിങ്ങളുടെ മാതാവിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് പറഞ്ഞുതരും. ഇത്ര കഴിച്ചിട്ടുള്ളൂ, ഇതേ കഴിച്ചിട്ടുള്ളൂ. അതാ പറഞ്ഞത്, സ്ത്രീകൾക്കാണ് ഇതിലൊക്കെ പ്രാധാന്യം. ഞാൻ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കാരണം ഇത് നിങ്ങളെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? ഒരു പ്രായപരിധി കഴിഞ്ഞ് നമുക്ക് തന്നെ നമ്മളെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. നമുക്ക് എണീക്കാനോ നമുക്ക് കിടക്കാനോ പറ്റാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മളെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ സമയത്ത് നമ്മളെ മക്കൾ ഒരു പേഷ്യന്റ് ആയി കഴിഞ്ഞാൽ, ഒരു മക്കൾക്ക് തന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവർ നമ്മളെ നോക്കും? ഇപ്പൊ നിങ്ങളുടെ രക്ഷിതാവിനെ നോക്കുന്നത് നിങ്ങൾ ആരോഗ്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ആരോഗ്യമില്ല, നിങ്ങൾ പേഷ്യന്റ് ആണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, മറ്റുള്ള ബുദ്ധിമുട്ടായത് നിങ്ങൾക്ക് സാമ്പത്തികമായി തകരാറ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യമായി നിങ്ങൾക്ക് പവർ ഇല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിനെ നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ മക്കൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, നിങ്ങളെ മക്കൾ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ നല്ല ആരോഗ്യവനാവും, പോസിറ്റീവ് മെന്റാലിറ്റി ഉണ്ടാവും, അവർക്ക് നല്ല കെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാവും. അപ്പം എല്ലാം നമ്മുടെ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി, പോസിറ്റീവ് ആക്ടിവിറ്റി ഒക്കെ വരുന്നത് നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ നിന്ന്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു ഭക്ഷണ ക്രമീകരണം മാത്രമല്ല, ഇതിലൂടെ തന്നെ നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ബിഹേവിയറും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മാതാവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യമാണ് ഒരു ആരോഗ്യമുള്ള സമൂഹം ക്രിയേറ്റ് ചെയ്യുക എന്നതിൽ.